ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് അല്ലെ, ഇന്നത്തെ മോർണിംഗ് സെഷൻ ആരംഭിക്കാനായി. അപ്പോ ഇന്ന് പറയുന്നത് നമുക്കെന്ന് പറയുന്നത് ഈ ബയോട്ടോറി എന്ന് പറയുന്ന ഈ ഒരു സംഭവം അല്ലെ, നമ്മളെ കയ്യിലെത്തിച്ച സർവശക്തനായിട്ടുള്ള ദൈവത്തിന് ആദ്യം നമുക്ക് സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നിമിഷം. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, ലീന സുജിത്തിന്റെ സിസ്റ്ററാണ് ഞാന്. എൻ്റെ പേര് രാജശ്രീ, കോഴിക്കോടാണ് താമസിക്കുന്നത്, തലശ്ശേരിയാണ് സ്വദേശം. അപ്പൊ ഇന്നെന്ന് പറയുന്നത് ഞാനൊരു അധ്യാപികയാണ്. പിന്നെ അതോടൊപ്പം ഈ ഒരു MLM മാർക്കറ്റ് ഇതിലേക്ക് വന്നിട്ട് 2 വർഷത്തോളായി. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല റിസൾട്ടുകളാണ് എനിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നവർക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്നെന്ന് പറയുന്നത് നമുക്ക് വിലപ്പെട്ട ഒരു ദിവസമാണ് അല്ലെ. നമുക്ക് ഡോക്ടർ സുമേഷ് സാറിന്റെ ക്ലാസ് ആണ് നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അദ്ദേഹത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. കൂടുതൽ ഞാൻ പറയണമെന്നില്ല. വൂണ്ട് കെയർ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ, ചീഫ് പോഡിയാട്രിസ്റ്റ് ആണ്. കണ്ണൂരാണ് സ്വദേശം, തലശ്ശേരിയാണ് അദ്ദേഹം ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടെലിഫോണിക് സ്കിൽസ് ഓൺ MLM. അപ്പൊ നമുക്കറിയാം ടെലിഫോണിക് സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു MLM മാർക്കറ്റിങ്ങില്. അപ്പൊ ഞാനും 2 വർഷം മുമ്പ് പിന്നെ ഈ ഒരു MLM മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അതിന്റെ സ്കിൽസ് നമുക്കറിയാം. കാരണം ടെലിഫോണിൽ കൂടെ സംസാരിക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെ. അവർക്കൊക്കെ വെച്ചാൽ ഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ സമയം കാണും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അതിനൊന്നും സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊന്നും ആർക്കും ഈ ഡയറക്ട് സെല്ലിങ് എന്താണെന്നുള്ളത് അറിയില്ല. അതാണ് പ്രത്യേക കാരണം. പണ്ട് എല്ലാരും പറയും ചൂടുവെള്ളത്തിൽ കണ്ടൊക്കെ ഇറങ്ങിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ള ആ ഒരു അവസ്ഥയിലുള്ള ഒരു സംഭവമാണ് MLM എന്നാണ് എല്ലാവരുടെയും ധാരണ. അതുകൊണ്ട് തന്നെ നമ്മള് ഫോൺ വിളിച്ചാല് അവരതിനെ ആൻസർ ചെയ്യാൻ സമയമില്ല എന്നുള്ള ഒരു കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് സുമേഷ് സാറ് ആ MLM-ന്റെ ടെലിഫോണിക് സ്കിൽസ് എന്താണ്, അതെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അത്തരം കോളുകൾ, അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമുക്കിന്ന് നമ്മുടെ ഡോക്ടർ സുമേഷ് സാർ തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അധിക സമയം കളയാനില്ല. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടർ സുമേഷ് സാറിലേക്ക് എത്താനുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി പിന്നെ നമ്മുടെ സുമേഷ് സാറിനെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഡോക്ടർ സുമേഷ് സാർ, മോസ്റ്റ് വെൽക്കം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ, വാം വെൽക്കം ടു അവർ 6 AM സെഷൻ. ഒരു 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് ആക്ച്വലി 6 AM സെഷനിലേക്ക് വരുന്നത്. മുഴുവൻ ആളുകൾക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ഇന്ന് ലോകത്തെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് ടെലിഫോൺ. ഇന്നിപ്പോ നമ്മള് ടെലിഫോണിനേക്കാൾ ഉപരി നമ്മൾ എത്തി നിൽക്കുന്നത് മൊബൈൽ ഫോണിലേക്കാണ്. ഓക്കെ, സോ ഫോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമുക്കറിയാം. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്ന മഹാനായ മനുഷ്യനാണ് ടെലിഫോൺ നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത്. സോ അദ്ദേഹം പോലും ചിന്തിച്ച, അല്ലെങ്കിൽ അദ്ദേഹം പോലും വിചാരിക്കാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ടെലിഫോൺ ഇന്ന് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇന്ന് എത്തി നിൽക്കുന്നത്. കാര്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു വസ്തുവായി മാറിയിരിക്കുകയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ആ മൊബൈൽ ഫോൺ നമ്മൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിന്റെ ഒരു 60% കാര്യങ്ങളും ഇന്ന് നടത്തുന്നത് മൊബൈൽ ഫോണാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഫോണിലൂടെ നമ്മൾ നടത്തുന്നത്, ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിൽ നടത്തുന്നു. നമ്മൾ ആൾക്കാരെ
എന്നും കാണാൻ കഴിയാത്ത ആൾക്കാരെ മൊബൈൽ ഫോൺ വഴി വിളിച്ച് അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഒരു വാട്സപ്പിലോ മറ്റോ മെസ്സേജ് അയച്ച് നമ്മളുടെ സാന്നിധ്യം എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പുവരുത്തുന്നു. നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അറിയുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കൈമാറാനുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ അതുവഴി കൈമാറുന്നു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെ നമ്മൾ നടത്തുന്നുണ്ട്. നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ എത്തിക്കുന്നത് മൊബൈൽ ഫോൺ വഴിയാണ്. അപ്പൊ അങ്ങനെ അനന്തമജ്ഞാതം എന്ന് വേണമെങ്കിൽ പോലും പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മൊബൈൽ ഫോണിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മള് ഒരു സെക്കൻഡ് മുതൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കുറഞ്ഞ സമയം മുതൽ മൈക്രോ സെക്കൻഡ്സ് മുതൽ മണിക്കൂറുകൾ നീളുന്ന സംഭാഷണം നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ നടത്താറുണ്ട്. പല പല ആശയങ്ങൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെ കൈമാറാറുണ്ട്. പല ഓർഡറുകൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെ നൽകാറുണ്ട്. അങ്ങനെ എന്തു പറയാൻ, ഇന്നതിനാണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത, മൊബൈൽ ഫോണിലൂടെ ചെയ്യാത്ത കാര്യങ്ങൾ വളരെ തുച്ഛമാണ്. മുന്നേയൊക്കെ നമ്മൾ പറയും നമുക്ക് ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ മൊബൈൽ ഫോണിലൂടെ സാധിക്കുമോ? ഇന്നത് സാധിക്കും. കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് സപ്ലൈ ആപ്പിൽ നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം നമുക്ക് ഓർഡർ ചെയ്യാം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ നിരവധി അനവധി, ഇന്ന് കാശ് പോക്കറ്റിൽ വേണ്ട ആവശ്യമില്ല. ഒരു മൊബൈൽ ഫോൺ ആപ്പിൽ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും നിമിഷ നേരം കൊണ്ട് നമുക്ക് കാശ് എത്തിക്കാം. ഇങ്ങനെ ഹൈലി പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളായി മാറിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മൊബൈൽ ഫോൺ. എന്നാൽ ബിസിനസ്സുകളിൽ എന്താണ് മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകൾ എന്താണ്? ദ ടെലിഫോണിക് സ്കിൽസ് വിച്ച് വി നീഡ് ഇൻ MLM മാർക്കറ്റിംഗ്. MLM മീൻസ് നിങ്ങൾക്കറിയാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എന്താണ് മൊബൈൽ ഫോണും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയുള്ള ഫോൺ കോളുകളുടെയും ശക്തി, അത് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ വളരെ കൃത്യമായിട്ട് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോ ഇതിന്റെ ഇവിടെ നമ്മളിപ്പം ഒരു മാർക്കറ്റിംഗ് ലെവലിലേക്ക് നമ്മളൊരു കോളുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം എസ്പെഷ്യലി ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വളരെ വളരെ ചുരുക്കമാണ്. എസ്പെഷ്യലി നമ്മൾ ഇന്നിപ്പം ലോകത്തിൽ പല മേഖലകളിലും, അല്ലെങ്കിൽ ചില ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടെ, മലേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ജനതയുടെ ഭൂരിഭാഗം ആൾക്കാരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ കൂടെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പോഴും ഒരു സെക്കൻഡ് ലെവൽ ജോബായിട്ടാണ്, ഒരു രണ്ടാംകിട ജോലിയായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, നമുക്ക് ഓരോന്നിനോട് ഉള്ള താല്പര്യമാണ് നമുക്ക് അതിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, നമ്മുടെ പാഷൻ, ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് എഫക്റ്റീവ് ആവുന്നു, അത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അതിന്റെ ഫലം, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും സമീപിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെടുത്ത് വിളിച്ചിട്ട്, ഫോണിലൂടെ വിളിച്ചിട്ട്, ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം കേൾക്കുന്നത് ഒരു വലിയ നോ, അതല്ല എങ്കിൽ എനിക്ക് ഇപ്പോൾ സമയമില്ല, നമുക്ക് പിന്നീടാവാം, ഇങ്ങനെയുള്ള നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രൊക്കാസ്റ്റിനേഷൻ, മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ, എന്നാൽ ആ മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നോ രണ്ടോ മാറ്റലുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഈ വിളിക്കുന്ന ആളുടെ അല്ലെങ്കിൽ ഈ കോൾ എടുക്കുന്ന ആളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഇതങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും, പിന്നീട് അത് പറയാനായിട്ട് അവൻ വിളിക്കില്ല എന്നുള്ളതാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന, ആസ് പെർ ദ സ്റ്റഡീസ്, ലോകത്ത് നടന്ന പല പഠനങ്ങളും തെളിയിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ഈ ടെലിഫോൺ വഴിയുള്ള ബിസിനസ്സുകളെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഡെയിലി നമുക്ക് ഒരു 2 or 3 ബിസിനസ് ഡെവലപ്പിംഗ്
അല്ലെങ്കിൽ ബിസിനസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പല കോളുകളും നമ്മൾ മൊബൈൽ ഫോണിലൂടെ നമുക്ക് വരാറുണ്ട്. പലരും നമ്മൾ ആ കോൾസിനെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് ന്യൂസൻസ് കോൾ എന്നോ ഫ്രോഡ് കോൾ എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്തിരിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ ബിസിനസ് ടെലിഫോണിലൂടെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് മറ്റൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. കമ്പനികൾ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കോൾസ്, ടെലികോളർ എന്ന് പറയുന്ന, ടെലി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വളരെ വലിയൊരു മേഖല തന്നെ നമുക്കുണ്ടെങ്കിൽ കൂടെ നമ്മൾ ആരും തന്നെ അതിന്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ശക്തമായിട്ട് എനിക്ക് പറയാൻ. അപ്പോൾ ഒരു വശത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ കോൾ ചെയ്യുമ്പോൾ, നമ്മൾ ടെലിഫോൺ വഴി അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് പ്രോപ്പർ ആയിട്ട്, കാര്യം ചില ബിസിനസ്സുകൾ നടക്കുന്നത് ബൈ ഫോണിലൂടെ മാത്രമാണ്. ഓക്കെ, അപ്പൊ ആ ടെക്നിക്കുകൾ നമുക്ക് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് നമുക്ക് ഒരുപാട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. എന്താണ് ടെലിഫോൺ വഴിയുള്ള മാർക്കറ്റിങ്ങുകളുടെ, അല്ലെങ്കിൽ ടെലിഫോൺ വഴി നമ്മളൊരു മൾട്ടി ലെവൽ ബിസിനസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളൊരു 10 പേരെ 10 സ്ഥലങ്ങളിൽ പോയി കാണുന്നതിനേക്കാൾ ഉപരി 10 പേരെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനും അതുപോലെ തന്നെ അവരുമായിട്ട് സംവദിക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്. ഡെഫിനറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കോൾ ചെയ്ത് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമുക്കറിയാം, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടീം ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ലീഡേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ടൂളാണ് ടെലിഫോൺ വൈദഗ്ധ്യം അഥവാ ടെലിഫോണിക് സ്കിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. എന്താണ് ഈ കോൾ ചെയ്യുന്ന സമയത്തുള്ള ടെക്നിക്സ്, നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മൾ ഏതൊരു കോള് നമ്മൾ എടുക്കുമ്പോഴും നമുക്ക് അറിയാത്തൊരു കോൾ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇത് ആരായിരിക്കും എന്നുള്ളതാണ്. ഡെഫിനറ്റ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ ആ കോൾ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ മൂഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ യഥാർത്ഥത്തിൽ തിരക്ക് പിടിച്ച ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ആ കോൾ എടുക്കുന്നത് ആ ഒരു തിരക്ക് പിടിച്ച മൂഡിൽ തന്നെയായിരിക്കും. അല്ല, നമ്മൾ വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ ആ കോൾ എടുക്കുന്നത് ആ ഒരു അർത്ഥത്തിലായിരിക്കും. നമ്മൾ വല്ല വഴക്കിന്റെയോ മറ്റോ ഇടയിലാണ് ഈ കോൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ആ എടുക്കുന്ന ആളുടെ മൂഡിനനുസരിച്ചിട്ടാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ വിളിക്കുന്ന ആളുടെ മൂഡ് ഏത് രീതിയിലായിരിക്കും എന്നുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ വളരെ കാമൻ ക്വയറ്റ് ആണ്, കുഴപ്പമില്ല. പക്ഷെ ഈ വിളിക്കുന്ന ആളുടേത് ഒരു എജിറ്റേറ്റീവ് മൂഡ്, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ടെംപ്റ്റേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എത്ര കാമൻ ക്വയറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് അങ്ങോട്ടൊക്കെ മാറും. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് സ്വിങ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ടെലിഫോൺ കോൾസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ വളരെ വിതിൻ മൈക്രോ സെക്കൻഡ്സ് നമുക്ക് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഡ്രൈവിംഗിന്റെ ഇടയിൽ ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പോകുന്ന സമയത്ത് ഒരു വണ്ടി അനാവശ്യമായിട്ട് നമ്മുടെ ഇടയിലേക്ക് കയറി വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് മാറും. നമ്മളൊരു അജിറ്റേറ്റീവ് മൂഡ്, നമ്മുടെ ദേഷ്യത്തിലേക്ക് പോകും. സെയിം സംഭവം തന്നെയാണ് ടെലിഫോൺ കോൾസും എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ ആദ്യത്തെ ഒരു 30 സെക്കൻഡ്സ്, നോട്ട് മിനിറ്റ്സ്, 30 സെക്കൻഡ്, കാര്യം കേൾക്കുന്ന ആൾക്ക് നമ്മളെ കുറിച്ച് ഒരു ഇംപ്രഷൻ, നമ്മളെ കുറിച്ച് ഒരു മതിപ്പുണ്ടാക്കാനുള്ള ഏറ്റവും ഗോൾഡൻ മൊമെന്റ്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ടൈമാണ് ആദ്യത്തെ 30 സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ 30 സെക്കൻഡിൽ നമ്മൾ അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റാപ്പോ അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു താതാത്മ്യം, റാപ്പോ മീൻസ് നമ്മൾ അവരുമായി ഉണ്ടാക്കുന്ന ഒരു താതാത്മ്യത്തിലാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ സംസാരം പോകുന്നതും അദ്ദേഹം റിജക്റ്റ് ചെയ്യുമോ
അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആദ്യത്തെ 30 സെക്കൻഡാണ്. അത് ഈവൻ നിങ്ങൾ ഈ പറയുന്ന പോലെ പരിചയമുള്ള ആളാണെങ്കിലും പരിചയമില്ലാത്ത ആളാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാർക്കറ്റിംഗ് കോൾ ആവുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് അത് ആ 30 സെക്കൻഡ്സ് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ്. സോ എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മലയാളികൾക്ക് ഇല്ലാത്ത കുറച്ച് സ്വഭാവങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഫോൺ കോൾ സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം. ഓക്കെ, കാര്യം വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മാഷ് പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ പറയാറുള്ളത് പോലെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പോകുന്നൊന്നും ഒരു പൊതുവെ ഒരു എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാരാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷമോ നമ്മൾ മുന്നിലുള്ള സങ്കടമോ ഒന്നും തന്നെ നമ്മൾ 100% നമ്മൾ എക്സ്പ്രസ് ചെയ്യാറില്ല. ചിലപ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ സങ്കടം ആണ് പ്രകടിപ്പിക്കുക, സങ്കടം ഉണ്ടെങ്കിൽ സന്തോഷവും പ്രകടിപ്പിക്കും. ഇതൊരു പ്രശ്നം, വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 30 സെക്കൻഡ് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഹൈലി സ്കിൽഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ പറയുന്ന 30 സെക്കൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. സോ നമ്മൾ ആദ്യം നമ്മളൊരു കോൾ ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നമുക്ക് ഹലോ എന്നുള്ള വാക്കാണ് നമ്മൾ കേൾക്കുക. ഓക്കെ, ഫൈൻ. അതിനുശേഷം നമുക്ക് രാവിലെ ആണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ എന്നുള്ളത് നമുക്ക് വളരെ ആ സമയത്തിനനുസരിച്ച് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്ന ആളിനെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ്. പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് വിളിക്കുന്നത് എന്നുള്ളത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കാര്യം നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ തീർത്തും അപരിചിതരായ ആൾക്കാരെ ആരെയും നമ്മൾ വിളിക്കാറില്ല. ഏതെങ്കിലും രീതിയിലുള്ള കോണ്ടാക്ട് വഴിയോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ ഈ ബിസിനസ് പറയാനായിട്ട് നമ്മൾ വിളിക്കാറുള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരിധിവരെയെങ്കിലും നമ്മൾ ഈ വിളിക്കുന്ന ആളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, അദ്ദേഹത്തിന്റെ വിവരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരാളെ വിളിച്ചിട്ട് നമ്മൾ കുറെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചാൽ ഒരിക്കലും നമ്മുടെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇനി വളരെ ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഏറ്റവും താഴെയുള്ള പ്രൊഫൈലിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതും അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിളിക്കുന്ന ആളിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏത് തരം ഭാഷ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെയിലി ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയുള്ള ഒരാളെ വിളിച്ചിട്ട് വളരെ ഹൈലി വളരെ വളരെ ഉയർന്ന കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പാടില്ല. വിളിക്കുന്ന ആളിന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറയാൻ നമ്മൾ മുൻകൂട്ടി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ ആൾക്കാരുടെ പേരും അദ്ദേഹത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികൾ ചേട്ടാന്നോ ഏട്ടാന്നോ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, നമ്മൾ സർ എന്ന് സംബോധന ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതായത് വളരെ ഒരു ക്രിട്ടിക്കൽ സൈക്കോളജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ചില ആൾക്കാര് അദ്ദേഹത്തെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ആരും തന്നെ പേര് വിളിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറില്ല. എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ ഹൈ പ്രൊഫൈൽ ജോബ് ചെയ്യുന്ന ആൾക്കാർ അവരെല്ലാരും സമൂഹത്തിൽ സാർ എന്നും ആയിരിക്കും വിളിക്കുക. ഓക്കെ, അത്തരം ആൾക്കാര് ഈ ആര് തന്നെ സംസാരിച്ചു കഴിഞ്ഞാലും ആ സാർ അല്ലെങ്കിൽ മാഡം എന്നുള്ള വിളി കേൾക്കാനാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആ പേര് മാറ്റി വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ ആ മൂഡ് സ്വിങ് ആവും. എസ്പെഷ്യലി ഞാൻ എന്റെ പേഴ്സണലി അനുഭവം തന്നെ പറയാം. കാര്യം ഞാൻ ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മുടെ ഒരു ദിവസം നമ്മൾ ഒരു 90% ആൾക്കാരും നമ്മൾ ഈ പറയുന്ന സാർ എന്നോ ഡോക്ടർ എന്നോ വിളിച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുക. അപ്പൊ ഒരാൾ നമ്മളെ സുമേഷ് എന്ന് പേര് വിളിക്കുമ്പോൾ നമ്മൾ അത് ആ ഒരു ബന്ധം മാറി. അത്രയും അടുത്ത ആൾക്കാരായിരിക്കും നമ്മളെ പേര് വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും നമ്മുടെ പേര് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം നമ്മൾ പുതുതായിട്ടുള്ള ഒരാളെ വിളിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഈ കാര്യം മനസ്സിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഈ പറയുന്ന സാർ എന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ ബാബു ഏട്ടാ അല്ലെങ്കിൽ രവി ഏട്ടാ എന്ന് വിളിക്കുന്ന സമയം തന്നെ അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് അറ്റൻഷൻ തന്നെ മാറിപ്പോകും. ഓക്കെ, ഇത് ആരായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹവുമായിട്ട് അത്രയും കോണ്ടാക്ട് ഇല്ലെങ്കിൽ ഫസ്റ്റിലത്തെ വിളിയിൽ തന്നെ നമ്മൾ റിജക്ട് ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഫസ്റ്റിലത്തെ ഈ 30 സെക്കൻഡ്സിൽ നമ്മുടെ ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ആളിന്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാക്കി നമ്മുടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സർ എന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനി പേര് വിളിച്ച് അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന ആളെ ആ രീതിയിൽ തന്നെ നമ്മൾ വിളിച്ച് സംസാരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളെ എന്താണ് ഒരു ദൂരം എന്ന് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ അറ്റൻഷൻ നമ്മൾ ആ രീതിയിലേക്കാണ് നമ്മൾ അഭിസംബോധന എന്ന് പറയുന്നതിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ഒരു 10 സെക്കൻഡ്സ് നമ്മൾ ആ അറ്റൻഷൻ നമ്മൾ ഗ്രാബ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നമ്മൾ പിന്നെ ഈവൻ നമ്മൾ അറിയുന്ന ആളാണെന്ന സമയത്ത് പിന്നെ നമുക്ക് ഹലോയ്ക്കും കൂടെ താല്പര്യമില്ല. നമ്മൾ ഓരോരുത്തരും തന്നെ ചിന്തിച്ചാൽ മതി. നമ്മളെ ഒരാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ മുരളിയേട്ടാ പറയൂ, അല്ലെങ്കിൽ പിന്നെ രാജ പറയൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്ന ആൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സെയിം ഒരു ഇംപ്രഷൻ ആണ് ജനറലി നമുക്ക് ഉണ്ടാവുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ആൾക്കാരെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു, നമ്മൾ സംസാരം തുടങ്ങുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയാം, നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് ഇദ്ദേഹത്തെ ഒന്നുകിൽ നമ്മൾ കുറെ തവണ ട്രൈ ചെയ്ത് നമ്മൾ ഇദ്ദേഹത്തെ നേരിട്ട് കാണാൻ ശ്രമിച്ചിട്ട് കിട്ടാനിട്ടായിരിക്കാം നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ടാവുക. ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ അബൌട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ഓക്കെ, സുഖം. നമ്മൾ ഉടൻ തന്നെ മലയാളം ചോദിക്കും, എന്താണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്ന് ചോദിക്കും. അതല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കും. രാത്രിയാണെങ്കിൽ ഡിന്നർ കഴിച്ചോ എന്ന് ചോദിക്കും. ഓക്കെ, ആസ് പെർ ഇതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുക. അതിനുശേഷമായിരിക്കും നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പറയുക. ഓക്കെ, പക്ഷേ അത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. നമ്മൾ ആളെ വിളിച്ചു, അഭിസംബോധന ചെയ്തു, അടുത്തത് നമ്മൾ പറയാൻ, കാരണം നമുക്കറിയാം അൾട്ടിമേറ്റ്ലി നമുക്ക് ഇദ്ദേഹത്തോട് ബിസിനസിനെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു BOP നടക്കുന്നു, ആ BOPയിലേക്ക് നമ്മൾ ക്ഷണിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ഹോം മീറ്റ് നടത്താണ്, ആ ഹോം മീറ്റിംഗിലേക്ക് നമ്മൾ ക്ഷണിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം എന്ന് പറയാം. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഞാൻ കുറച്ചായിട്ട് ഞാനൊരു നിങ്ങള് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇതൊക്കെയായിരിക്കും നമ്മൾ ഇംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുക. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇദ്ദേഹത്തെ കുറെ തേടി നടക്കുകയാണ്. അങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് കനിഞ്ഞിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുക. ഡെഫിനറ്റ്ലി ഒരിക്കലും നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആ രീതിയിലല്ല നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളൊരു BOPയിലേക്കാണ് ഇദ്ദേഹത്തെ ക്ഷണിക്കേണ്ടത് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ BOPs എന്ന് പറയുന്നത് രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോഴത്തേക്കും കഴിയാണ്. നമ്മളൊരു ഡെഫിനറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2.5-3 മണിക്കൂർ നിർബന്ധമായിട്ട് നമുക്ക് അവിടെ കിട്ടണം. എങ്കിൽ മാത്രമേ ആ ഒരു BOPയോട് പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയുള്ളൂ. ഈ 3 മണിക്കൂർ ഇദ്ദേഹത്തെ നമ്മൾ അവിടെ കൊണ്ടുവരണം, അദ്ദേഹത്തെ അവിടെ ഇരുത്തണം, ഈ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കണം. ഇത്രയും വലിയൊരു ടാസ്ക് നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പോ എന്ത് പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തെ ആദ്യം നമ്മൾ വിളിച്ചു, കാര്യങ്ങൾ നമ്മൾ ഈ അടുത്തായിട്ട് നമ്മൾ ആ ഒരു 30 സെക്കൻഡ്സ് നമ്മുടെ അദ്ദേഹത്തെ നമ്മൾ ഗ്രാബ് ചെയ്തു. ഓക്കെ, പേഴ്സണലി നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ കേൾക്കുന്ന ആൾക്ക് ഇത് നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമുണ്ടോ എന്നുള്ളതാണ് ഈ അറ്റൻഷൻ. നമ്മുടെ അഭിസംബോധനയ്ക്ക് ശേഷം നമ്മൾ ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് സംസാരിക്കാമോ എന്നുള്ളത്. അദ്ദേഹം തിരക്കിലല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ അദ്ദേഹത്തിന് ഒരു സമയമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ചില ആൾക്കാർ എന്തെങ്കിലും ഫോൺ എടുത്ത ഉടൻ തന്നെ പടക് എന്ന് പറഞ്ഞിട്ട് അത് പറയാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു തീർക്കും. കേൾക്കാനുള്ള ആൾക്ക് അത് കേൾക്കാനുള്ള സാഹചര്യം സാവകാശം ഉണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും ആരും തന്നെ നോക്കാറില്ല. ഓക്കെ, അല്ല അദ്ദേഹം എന്തെങ്കിലും തിരക്കുള്ള കാര്യത്തിലാണോ എന്നും നോക്കാറില്ല. ഓക്കെ, രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്
നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആദ്യത്തെ 10 സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ അഭിസംബോധനയിലോ വല്ല ചെറിയ രീതിയിലുള്ള ഒരു കുശലം പറച്ചിലോ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ ഉള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യം. ഓക്കെ, ടൈം അതേപോലെ ഞാൻ 1 മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോളൂ എന്ന് പറയും. അല്ലെങ്കിൽ അദ്ദേഹം എന്ത് പറയും, അല്ല ഞാൻ കുറച്ചൊന്ന് തിരക്കിലാണ്, കാരണം നമ്മൾ ഒരു ഇന്റൻഷനും കൊടുക്കുന്നില്ല. റിയലി തിരക്കാണെങ്കിൽ പറയും ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം എന്ന് പറയാം. ഓക്കെ, സോ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തായിരിക്കും, സോ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ എനർജി ലെവൽ ഡൗൺ ആവും തിരിച്ചു വിളിക്കാൻ. സോ ഡെഫിനറ്റ്ലി അങ്ങനെയല്ല. അദ്ദേഹം തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനർജി നമ്മൾ ഒരിക്കലും ഡൗൺ ആയിട്ട് നമ്മൾ പോകാൻ ആയിട്ട് പാടില്ല. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫോൺ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട്, ഓക്കെ, നമ്മുടെ ശരീരത്തോട് അത്രയും ചേർത്ത് വെച്ചാണ് ഫോണിൽ നമ്മൾ സംസാരിക്കുക. നമ്മുടെ ഓരോ മൂഡും കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ അല്ല ആവശ്യത്തിനാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് എന്തിനാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് കഴിയും. അപ്പം ആളുടെ ഒബ്സർവേഷൻ പവർ അത്രയധികം കൂടുതൽ, കേൾക്കുന്ന ആളുടെ ഒബ്സർവേഷൻ പവർ അത്രയും കൂടുതലാണെങ്കിൽ വിളിക്കുന്ന ആള് ഏകദേശം പറയാതെ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് ആൾക്കാർക്കുണ്ട്. വിളിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു എന്തൂസിയാസം അല്ലെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ടായിരിക്കണം, വളരെ സന്തോഷപ്രദമായ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോസിറ്റീവ് വൈബിലായിരിക്കണം നമ്മൾ ഇത്തരം മാർക്കറ്റിംഗ് കോൾസ് എന്ന് പറയുന്നത്. എന്നാൽ ഓവർ ആയിട്ടുള്ള എന്തെങ്കിലും ഹലോ അല്ല മീൻസ് വളരെ രീതിയിലുള്ള ഒരു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ഇല്ലാത്ത ഒരു കാര്യത്തെ പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫോണിലൂടെ സംസാരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വളരെ പ്രസന്റ് ആയിട്ടുള്ള ഒരു മൂഡിലായിരിക്കണം. നെറ്റ്വർക്ക് ഒന്ന് കട്ടായി, സോറി. നമ്മൾ ഈ കേൾക്കുന്ന ഇപ്പൊ ഒരു ചെറിയൊരു പെട്ടെന്ന് ഒരു മൂഡ് സ്വിങ് ഇപ്പൊ തന്നെ ഉണ്ടായില്ലേ, നമ്മൾ പെട്ടെന്ന് വിളിക്കുന്ന ആള് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് കട്ടായി പോയി. സോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ നമ്മൾ ഫോണിലോട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. റേഞ്ച് പോവാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ റേഞ്ച് ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നിന്ന് സംസാരിക്കുക എന്നുള്ളത് ഫോൺ അത് പറയാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അത് പറയണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷെ ക്ലിയർ കട്ടായിട്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മൾ റേഞ്ച് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കണം. എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പോസ്റ്ററിനെ കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും താണും കേടും വീടും ചെരിഞ്ഞും ഒന്നും ഫോണിലൂടെ സംസാരിക്കാനായിട്ട് നമ്മൾ പാടില്ല. ബേസിക്കലി നമ്മൾ ഇതൊന്നും സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിർബന്ധമായിട്ട് നമ്മൾ വിളിക്കുന്നതിന് മുന്നേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഒരു ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ 100% നമുക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, കാര്യം ചിലപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ കാര്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു ടെൻഷനോട് കൂടിയാണ് നമ്മൾ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേൾക്കുന്ന ആളെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ അറ്റൻഷൻ നമുക്ക് മാറാം. അപ്പോ നമ്മൾ പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുപോകാം. ഒരു ഷോർട്ട് നോട്ട് ഇട്ടിട്ട് നമ്മൾ സംസാരിച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇദ്ദേഹത്തോട് നമ്മൾ മീറ്റിംഗിലേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, സോ ബിസിനസ് ഇഷ്ടമുള്ള ഒരാളാണ്, ബിസിനസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ബിസിനസ്സോട് നല്ല താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ അദ്ദേഹത്തിനെ നമ്മൾ ഒരു ബിസിനസ് രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം. നമ്മൾ ആദ്യം ഈ ഒരു മീറ്റിംഗിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ആ ദിവസം ആ സമയത്ത് അദ്ദേഹം അവൈലബിൾ ആണോ, അദ്ദേഹത്തിന് സൗകര്യപ്രദമാണോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ അന്വേഷിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പറയും ഇന്ന ദിവസം ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുക. ഡെഫിനറ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ മീറ്റിങ്ങിനെ കുറിച്ചിട്ടോ അല്ല മറ്റുള്ളതല്ല നമ്മൾ ചോദിക്കേണ്ടത് അദ്ദേഹം അവൈലബിൾ ആണോ എന്നാണ്. ഇതിന്റെ പരിപാടി അന്നത്തെ ദിവസം വളരെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ബിസിനസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ബിസിനസ് പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ക്രിസ്പ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുക.
വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നെഗറ്റീവ്സ്. നമ്മൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയാ, നമ്മൾ ഒരു MLM ബിസിനസ് ആണ് പറയുന്നത്, നമ്മൾ പറയും എനിക്ക് സമയമില്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് കഴിയും. സമയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സമയം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തത് വരുന്നത് എന്താണ്? എനിക്ക് പൈസ ഇല്ല. ഓക്കെ, ഇനീഷ്യലി നമ്മള് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരാനായിട്ടുള്ള പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പം ഈ പൈസ ഇല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഇനി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് വാങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കായിരിക്കും ഇദ്ദേഹം കൊണ്ടുവരിക എന്നുള്ളത്. ചിലപ്പോ അങ്ങനെയൊക്കെ ചില ആൾക്കാർ വരും, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിസിനസ്സെല്ലാം ചെയ്യാം, തുടക്കത്തിലുള്ള പൈസ നിന്റെ കയ്യില്ല, ആദ്യത്തെ പൈസ നീ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് നമുക്ക് കേൾക്കാം. പക്ഷെ ഒരിക്കലും നമുക്കറിയാം അത്തരത്തിൽ ഒരു ബിസിനസ്സിലേക്ക്, നമ്മുടെ ബിസിനസ്സിലേക്ക് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു 4 ദിവസം ഉണ്ടാകും, 5-ാം ദിവസം അവരെ കാണില്ല. അപ്പൊ ആ ഒരു ഇന്റൻഷനിലേക്ക് നമ്മൾ അവരെ കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് നമുക്ക് പാടില്ല. ഓക്കെ, പിന്നെ ചില ആൾക്കാർ പറയും, ഓ ഇതല്ലേ ഞാൻ ഒരാളെ ചേർക്കുക, അതിനുശേഷം 2 ആളെ ചേർക്കുക, അതിനുശേഷം ഒരു 4 ആളെ ചേർക്കുക എന്ന് പറയും. കുറച്ചും കൂടെ രസികന്മാർ പറയും, ഇത് ഒരാള് 2 ആളെ പറ്റിക്കുന്നു, 2 ആള് 4 ആളെ പറ്റിക്കുന്നു, ആ ബിസിനസ് അല്ലേ എന്ന് കേൾക്കും. ഇത്രയും ഷാർപ്പായിട്ടുള്ള നെഗറ്റീവുകൾ പോലും നമുക്ക് കേൾക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് കേൾക്കാൻ ഇത്തിരി അരോചകമാണെങ്കിൽ കൂടെ ചില ആൾക്കാർ ഇത്ര നമ്മുടെ ടോട്ടൽ എനർജി വേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ പിന്നെ ജീവിതത്തിൽ ഈ ബിസിനസ് ചെയ്യാത്ത രീതിയിൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്തരം ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാൽ അവരെ ഒരു കാരണവശാലും നമ്മൾ വിളിക്കാതിരിക്കുക. ഓക്കെ, എന്തായാലും അവൻ നന്നാൻ വേണ്ടി പോകുന്നില്ല, പിന്നെ നമ്മുടെ ഒരു എനർജിയും കൂടെ നമ്മൾ ഒന്ന് പറഞ്ഞ് മറ്റൊന്നിലേക്ക് അദ്ദേഹത്തെ ഒരു തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. സോ അങ്ങനെ ആവുമ്പോൾ തന്നെ ഇനി അദ്ദേഹം വരികയാണെങ്കിൽ തന്നെ നമ്മളുമായിട്ട് മാനസികമായിട്ട് ഒരു അകൽച്ച ഉണ്ടാവാൻ, പിന്നീട് അങ്ങോട്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അദ്ദേഹം കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒന്ന് പറയും മറ്റൊന്നിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ ഈ വിളിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റ്, വിളിക്കുന്ന ആളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ദോഷം നമുക്ക് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ അപ്പം നമ്മൾ ചോദിക്കുന്നതാണ്, ഒരു 5 മിനിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കിട്ടുമോ ഇന്നത്തെ ദിവസം എന്നാണ്. സോ ഈ 10 മിനിറ്റ് 5 മിനിറ്റ് ചോദിച്ചിട്ട് നമുക്കറിയാം നമ്മുടെ ഈ ബയോട്ടോറിയം പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയൂ. ഈവൻ നമ്മുടെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്ലാൻസും ബൂസ്റ്റർ പ്ലാൻസും നമ്മുടെ അഡ്വാൻറ്റേജസും ഒക്കെ പറയണമെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 മിനിറ്റ് എങ്കിലും നമുക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം അവരുടെ ഡൗട്ട് ക്ലിയറിംഗും മറ്റുള്ളതൊക്കെ ആണെങ്കിൽ എങ്ങനെയാലും ഒരു 45 മിനിറ്റ് ഇല്ലാതെ ഒരാളെ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ബിസിനസ് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു 5 മിനിറ്റ് മതി എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം എടുത്തിട്ട് നമ്മൾ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാലോ അല്ലെ അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം, സത്യം മാത്രം നമ്മൾ പറയുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്കൊരു അരമണിക്കൂർ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതിന് നിങ്ങൾക്ക് സമയം ഉണ്ടാവുമോ എന്ന് തന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം. ഓക്കെ, ഫസ്റ്റ് തിങ് നമ്മുടെ ഗ്രീറ്റിംഗ്, സെക്കൻഡ് തിങ് നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യുന്നു, തേർഡ് തിങ് അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി, അദ്ദേഹത്തിന്റെ സമയം നമ്മൾ അന്വേഷിക്കുന്നു, 4ാമതാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പറയുമ്പോഴേ നമ്മൾ പറയുന്ന തുടക്കം, ഈവൻ ഫോണിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ പറയേണ്ടത് നമ്മുടെ ഫീച്ചേഴ്സ് അല്ല, ആദ്യമായിട്ട് അവരെ ഇംപ്രസ് ചെയ്യാനായിട്ട് നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തായിരിക്കും എന്നിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫീച്ചേഴ്സ് നമുക്ക് പതുക്കെ നമുക്ക് പറയാം. ഓക്കെ, ബെനിഫിറ്റ്, ഒരാൾക്ക് കിട്ടുന്ന നേട്ടം. നമുക്കറിയാം എപ്പോഴും നമ്മൾ നേട്ടങ്ങൾക്ക് പിന്നാലെയാണ് നമ്മുടെ എല്ലാവരുടെയും ത്വര എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് ബെനിഫിറ്റ്സ് മാത്രമേ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. നമുക്ക് ഒരുപാടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറയരുത്, ബെനിഫിറ്റുകളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓക്കെ, കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണിലൂടെ ഇത്രയും സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബിസിനസ് പറയാനായിട്ട് പാടുള്ളൂ. അല്ലാതെ പരമാവധി ബിസിനസ് നമ്മൾ ഫോണിലൂടെ പറയാതിരിക്കുക.
സമയമെടുക്കുക, അദ്ദേഹത്തെ നമ്മൾ ഏതെങ്കിലും ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരിക, അതിനുശേഷം വേണം നമ്മൾ ബിസിനസ് പറയാനായിട്ട്. ഓക്കെ, കാര്യം ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ഇതിലേക്ക് നമുക്ക് എത്തില്ല. സോ ഇനി എങ്ങനെ എന്താണ് നമുക്ക് അറിയാം. ഈ സമയം ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക്, കാരണം മോഡേൺ ട്രെൻഡ്, ഈവൻ ഈ വിളിക്കുന്ന ആൾക്ക് നമ്മളെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് പരിപാടി, എന്തെങ്കിലും പുതിയ ബിസിനസ് ആണോ, ഇതായിരിക്കും നമ്മൾ കേൾക്കുക. ഓക്കെ, സമയം ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പുതിയ എന്താ പരിപാടി, അല്ലെ പുതിയ ഏതെങ്കിലും MLM ആണോ, കാരണം നമ്മൾ ഈ MLM ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം എന്ന് അദ്ദേഹത്തിന് വല്ല ധാരണയുണ്ടെങ്കിൽ തിരിച്ച് ചോദിക്കും MLM എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ തന്നെ പറയും നീ MLM ആണെങ്കിൽ എന്നോട് പറയല്ലേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്നും എനിക്കിപ്പം സമയമില്ല, അല്ലെങ്കിൽ ഇപ്പം പൈസ ഇല്ല, അല്ലെങ്കിൽ ഇപ്പം താല്പര്യമില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം പറയുക. ഓക്കെ, അപ്പൊ ഒരാള് നമ്മൾ എപ്പോ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുക. ഒരിക്കലും അദ്ദേഹം പണമില്ല എന്ന് പറയുമ്പോഴോ, സമയമില്ല എന്ന് പറയുമ്പോഴോ, താല്പര്യമില്ല എന്ന് പറയുമ്പോഴോ ഒരിക്കലും അത് നമ്മൾ എതിർത്ത് സംസാരിക്കരുത്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് കറക്റ്റ് ആയിട്ടുള്ള ബദലുകൾ നമ്മൾ നിർദ്ദേശിച്ചാൽ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, അദ്ദേഹത്തെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ എജിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു എതിർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മൾ ഒരു തവണ പോലും നമ്മൾ കൊണ്ടുപോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബൈ ഫോൺ ഇനി നമ്മൾ ഒരു ഏതായാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി അദ്ദേഹത്തിന് കേൾക്കാൻ സമയമുണ്ട്, അദ്ദേഹത്തിന് നമുക്ക് ബിസിനസ്സിലേക്ക് കുറച്ച് താല്പര്യമുണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്ലിയർ കട്ടായിട്ടും ഒഡിബിൾ ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അദ്ദേഹം ബിസിനസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ഒരു ടൈം സ്പാൻ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്ലോസ് ചെയ്യുക എന്നുള്ളത്. എല്ലാം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മൂഡിനനുസരിച്ചിട്ടായിരിക്കണം. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ആസ് പെർ ദ സ്റ്റഡീസ് ഒരു ടെലിഫോൺ കോളിലൂടെ ഒരു ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്യണമെങ്കിൽ മിനിമം 5 പ്രാവശ്യമെങ്കിലും ഒരാളെ ഫോളോ അപ്പ് വരും. ഓക്കെ, ഒരു കോള് കൊണ്ടോ 2 കോള് കൊണ്ടോ 3 കോള് കൊണ്ടോ നമുക്കൊരു ബിസിനസ് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മുടെ മനസ്സിലേക്ക് വെക്കുക. നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും 1 തവണയോ 2 തവണയോ വിളിക്കുമ്പോൾ നമ്മളത് മടുത്തു പോകുന്ന ആൾക്കാരാണ്. നമുക്ക് അതിലേക്ക് ഒരു മടുപ്പ് വരാറാണ് പതിവ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ആവശ്യമില്ല. ആസ് പെർ ദ സ്റ്റഡീസ് നമ്മൾ പറയുന്നത് ഒരാളെ മിനിമം ഒരു 5 തവണയെങ്കിലും വിളിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ബിസിനസ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൊ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കാവുന്ന ഈ രീതിയിലായിരിക്കും ഒരു പോസിറ്റീവായിട്ട് നമ്മൾ ബിസിനസിനെ ഈവൻ ബൈ ഫോൺ പോലും നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, വൺസ് അഗൈൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ആളെ ഗ്രീറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന് സമയം അന്വേഷിക്കുന്നു, അദ്ദേഹം കേൾക്കാനുള്ള ഒരു മൂഡിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ക്ലോസ് കട്ട് ആയിട്ട് നമ്മളൊരു നോട്ട്, റിട്ടൺ നോട്ട് വെച്ചിട്ട് നമ്മൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു എത്രയും പെട്ടെന്ന്. സോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ്സിൽ നമ്മൾ ഈ കോള് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മിക്കവാറും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹമായിട്ട് ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചുരുങ്ങിയത് ആദ്യത്തെ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ എടുത്തിട്ട് കുറെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇദ്ദേഹത്തോട് കാര്യം പറയാം. അപ്പൊ തന്നെ ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഫോൺ പിടിച്ചിരിക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് മടുപ്പ് വരും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മടുപ്പിക്കാതെ ആവശ്യമില്ല. അപ്പൊ അത്തരം ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു കാരണവശാലും നമ്മൾ വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. പിന്നെ ചില ആൾക്കാർ നമ്മളോട് പറയാന്ന് വെച്ചാൽ, സോ ഐ നീഡ് ടൈം, എനിക്ക് സമയം വേണം. ഓക്കെ, കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ കേട്ടറിഞ്ഞു, പക്ഷെ എനിക്ക് സമയം വേണം. നിർബന്ധമായിട്ടും നമ്മൾ അവരോട് പറയാനുള്ളത് ഈ പറയുന്ന പോലെ ഇതൊരു ടൈം ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം. സമയം ചോദിക്കുന്ന ആൾക്ക് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ സമയം അനുവദിക്കേണ്ടതുണ്ട്. അല്ലാതെ വളരെ റഷ് ചെയ്ത് ഇതായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായിട്ട് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ
കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് സമയം ചോദിക്കുന്ന ആൾക്കാർക്ക് സമയം കൊടുക്കാം. ഓക്കെ, സമയം എപ്പോഴും നമ്മുടെ എല്ലാ സംഭാഷണങ്ങളും ഒരു ഒരു ഫോൺ കോളിന് അല്ലെങ്കിൽ അടുത്ത ഒരു ചോദ്യം നമ്മൾക്ക് ചോദിക്കാനുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു മെസ്സേജസിൽ നമ്മൾ കാര്യങ്ങൾ ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഇനി അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് സ്വാഭാവികമായിട്ട് സംസാരിക്കുക. അല്ലാതെ ഒരു റോബോട്ടിക് സ്റ്റൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു ഓവർ ഇതായിട്ടുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ നാച്ചുറൽ അപ്രോച്ച് ആണ് ഏറ്റവും ടെലിഫോൺ സ്കിൽസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കറിയാം, ചില ആൾക്കാർ നമ്മൾ തന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചില ചിന്തിച്ചിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ സംസാരം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ശ്രവണ മനോഹരമായിരിക്കും. എല്ലാവരുടെ സംസാരവും അങ്ങനെ ആവണമെന്നില്ല. ചിലത് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള നമുക്ക് കിട്ടാം. ചിലത് ഞാൻ ഇത്രയും സമയം പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ്, നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവമായിട്ട് നമുക്ക് അത്തരം ഒരു വലിയ കഴിവ് നമുക്ക് തന്നില്ല എങ്കിൽ നമ്മൾ ബൈ പ്രാക്ടീസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഇത് ചെയ്തിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ക്ലിയർ കട്ടാണ്. നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. അത് ഇദ്ദേഹത്തെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ഒരു സമയത്തേക്ക് നമ്മൾ ഇനി പിന്നീട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തിന് ഇനി എപ്പോഴായിരിക്കും നമ്മൾ വിളിക്കേണ്ടത്, അല്ലെ എപ്പോഴായിരിക്കും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ വളരെ സൗകര്യപ്രദമായ ഒരു സമയം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് സൗകര്യമുള്ള സമയങ്ങളിൽ മാത്രം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വിളിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു സംഭവമാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഒരു വിളി കഴിഞ്ഞു. അദ്ദേഹം അത് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ള, സ്വീകരിക്കുകയാണെങ്കിൽ ആ സ്വീകരിച്ചതിന്റെ ടൈം സ്പാനിൽ നമ്മൾ വിളിക്കാം, കാര്യങ്ങൾ പറയാം. അതല്ല നിരസിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഒരു മിനിമം ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്കൊരു രണ്ടാമത്തെ ഒരു വിതിൻ 1 വീക്കിനുള്ളിൽ നമുക്ക് രണ്ടാമത്തെ കോൾ അദ്ദേഹത്തിന് കൊടുക്കാം. ഓക്കെ, ഓരോ ഫോളോ അപ്പിലും നമ്മൾ ഓരോ തവണ വിളിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ബിസിനസിന്റെ ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു ആഡഡ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ മൂല്യം എന്താണോ അത് നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഞാൻ പറഞ്ഞത് ഇത് ഫോണിലൂടെ നമ്മൾ ടോട്ടൽ ബിസിനസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതല്ല അദ്ദേഹത്തിന് ഒരു മീറ്റിങ്ങിന് വിളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഹോമിൽ നമ്മൾ ഈ കൂടുതലായിട്ടുള്ള ബിസിനസിന്റെ കാര്യങ്ങളൊന്നും തന്നെ പറയേണ്ടതില്ല. അവിടെ നമ്മൾ പറയാനുള്ളത് എന്ത് ആവശ്യത്തിനാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് വിളിക്കുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മാത്രമേ ക്ഷണിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഇത്രയും കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് രണ്ട് ഒരു വളരെ ഞാൻ ആദ്യം തന്നെ ഞാനൊരു എനിക്കറിയാം ഇദ്ദേഹത്തിന് വളരെ നന്നായിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇദ്ദേഹം ബിസിനസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പക്ഷെ ഈ പ്ലാന് എനിക്ക് അദ്ദേഹത്തോട് പറയണം. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഞാനൊരു മീറ്റിംഗിലേക്ക്, എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഹോം മീറ്റിംഗിൽ നമ്മൾ ക്ഷണിക്കുകയും വേണം എന്നുള്ളതാണ് എന്റെ സ്ട്രാറ്റജി. ഞാൻ ഒരാളെ വിളിച്ച് സംസാരിക്കുകയാണ്. നമുക്കൊന്ന് ഒരു പ്രാക്ടിക്കൽ ഇത് നമുക്ക് നോക്കാം. ഹലോ ഗുഡ് മോർണിംഗ്. കേൾക്കാമോ? ഓക്കെ ബിനീഷ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓക്കെ, ബിസിനസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ഞാനൊരു മിനിറ്റ് സംസാരിക്കാമോ? തിരക്കില്ലല്ലോ? ഓക്കെ 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 കുഴപ്പമില്ല. ഞാൻ വിളിച്ചത് ഞാൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 1 hour എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒന്നുമില്ല, ഞാന് എന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ ജീവിതത്തില് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഭവം എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോ അതെനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും വളരെയധികം പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു 4-5 ആൾക്കാരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾ കൂടെ വന്നിരുന്നെങ്കിൽ വളരെ സൗകര്യമായിരിക്കും. അത്
ഓക്കെ, എത്ര മണിക്കാണ് പറഞ്ഞത്? ഒരു 3 മണി മുതൽ ഒരു 4:30 വരെ, ഒരു 1.5 മണിക്കൂർ. ഓക്കെ, മാക്സിമം ഞാൻ എത്തും സാറേ. ഓക്കെ 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 ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് എന്തായാലും നാളെ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മടിയ കുളീസ്, വളരെ എനിക്ക് അറിയാം ഇദ്ദേഹം വളരെ തിരക്കുള്ള ഒരാളാണ് തന്നെ. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ആ സ്റ്റെപ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. രാജശ്രീ, നമ്മൾ രണ്ടുപേരും സംസാരിച്ചത് ക്ലിയർ കട്ടായിട്ട് കേട്ടോ? അതെ അതെ, കേൾക്കാം. ഇപ്പൊ കുറച്ച് ഞാനും മിനീഷും സംസാരിച്ചത് കൃത്യമായിട്ട് കേട്ടല്ലോ? കേട്ടു കേട്ടു കേട്ടു. ഓ, ഓക്കെ. കേട്ടു. ഒരുപാട് സമയം എടുക്കുന്നില്ല. നമുക്കറിയാം പരസ്പരം. പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും നമ്മൾ പരിചയമുള്ള ആളാണെങ്കിൽ കൂടെ ചിലപ്പോ നമ്മള് കുറെ കാര്യങ്ങൾ പറയും. അതൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് എന്താണോ സംഭവിക്കുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും. പക്ഷെ പ്രാക്ടിക്കലി ചില സമയത്ത് ഇത് പലപ്പോഴും എന്തുകൊണ്ട് നമുക്കത് പോസിബിൾ ആക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് എൻഡഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് പ്രാക്ടിക്കലി നമ്മൾ വിളിക്കുന്നത്, ഓക്കെ, ഇനി വളരെ ഇതേതായിട്ട് ഈ പറയുന്ന പോലെ പരിചയം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒരു നെഗറ്റീവ് ഒന്നും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കേൾക്കാൻ സാധ്യതയില്ല, എന്നാലും ഒരു 50-50 ചാൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാം. ആ ഒരു 50-50 ചാൻസ് ഉള്ള ഒരാള് നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ്സ് നമ്മൾ നെഗറ്റീവുകൾ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത കോളിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഒരു ഡെമോ തരാൻ ഉദ്ദേശിക്കുന്നത്. സോ അടുത്ത കോളിലേക്ക് നമ്മൾ പോവാണ്. ഗുഡ് മോർണിംഗ്. എവിടെയാണ്? ജോലിയിലാണോ? ഫ്രീ ആണോ? അത് ശരി. ഓക്കെ. ഞാന് വിളിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 1-2 ദിവസമായി ഞാന് വിളിച്ചോണ്ടിരുന്നു. എനിക്കൊന്ന് നല്ല തിരക്കിലായിരുന്നു തോന്നുന്നു അല്ലെ? ഫോണ് കിട്ടിയിട്ടില്ല. സ്ഥലത്ത് ഉണ്ടായിട്ടില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഞാന് ഇപ്പോ ഒരു 2 മിനിറ്റ് എടുക്കാലോ അല്ലെ? ഓക്കെ. ഞാൻ നാട്ടിലുണ്ട്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കുറച്ചൊരു ബിസിനസ് ടൂറിലൊക്കെ ആയിരുന്നു. പക്ഷെ 2 ദിവസമായി നാട്ടിലെത്തിയിട്ട്. അപ്പൊ കഴിഞ്ഞ 2 ദിവസം ഞാൻ എത്തിയത് മുതലേ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. നാളെ കോഴിക്കോട് ഒരു ഉച്ചവരെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ എന്താണ് നാളത്തെ പ്ലാൻസ്? നാളെ ഇന്നത്തെ പ്രോഗ്രാം ഇപ്പൊ കഴിയുന്നു പറയാൻ പറ്റില്ല. നാളെ മിക്കവാറും ഞാൻ ബിസി ആയിരിക്കും. ഓ, തിരക്കിട്ട കാര്യങ്ങളായിരിക്കും അല്ലെ? അല്ല, നാളെ നമ്മുടെ ഒരു മീറ്റിംഗ് കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പോ അതിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഏതായാലും നാളെ എന്തായാലും പിന്നീട് ഒരു ദിവസം നോക്കാം. കുഴപ്പമില്ല. ഇനി എന്തായാലും ഞാൻ ഒരു അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ എനിക്കൊരു പ്രയോറിറ്റി തരുമല്ലോ അല്ലെ? ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ വിളിക്കാം. യെസ്, കാര്യം നാളെ ഞാൻ മീറ്റിങ്ങിന് വിളിക്കുന്നു. അദ്ദേഹത്തിന് സമയമില്ല എന്നുള്ള. ചിലപ്പോൾ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു 1.5 മണിക്കൂർ, ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് നാളെ എന്ത് തന്നെയാണെങ്കിലും വരാനുള്ള ഒരു സമയം ഇല്ല. പക്ഷെ നമ്മൾ സ്വാഭാവികമായിട്ട് പറയും, അല്ല അപ്പൊ ഒരു കാര്യം ചെയ്ത് നമ്മൾ ഒരു 10 മിനിറ്റ് വന്നിട്ടൊന്ന് അവിടെ കയറിയിട്ടൊന്ന് പോയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഈ രീതിയിലുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നമ്മൾ കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കാര്യം അദ്ദേഹം വന്ന് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. കുഴപ്പമില്ല, ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് മീറ്റിംഗ് തുടങ്ങുന്ന സമയം അതെല്ലാം തുടങ്ങിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി. നോ, ഡെഫിനറ്റ്ലി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാര്യം നമുക്കറിയാം
നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ് എന്ന് പറയുന്ന ഈ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഈ ബിസിനസ് ഏതെങ്കിലും ഒരു 10 മിനിറ്റോ ഏതെങ്കിലും ഒരു 5 മിനിറ്റോ കേട്ടിട്ട് മാത്രം യാതൊരു കാര്യമില്ല. അത്രയധികം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഡ്വാൻറ്റേജ്, അത്രയധികം ഗുണങ്ങൾ എല്ലാം നമുക്ക് തരുന്ന വളരെ മഹത്തരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നമ്മുടെ ഈ ബയോട്ടോറിയം ബിസിനസ് എന്ന് പറയുന്നത്. അതിന്റെ ഏതെങ്കിലും അരികും മൂലയും കേട്ടിട്ടുണ്ട് മാത്രം ആരും ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് നമ്മൾക്ക് കേൾക്കണം. ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നു. ഒരിക്കലും നമ്മുടെ ബിസിനസ്സിനെ ഏതെങ്കിലും ഒരു അതിന്റെ ഒരർത്ഥത്തിൽ മാത്രം കണ്ടു ചെയ്യാൻ നമ്മൾ ആരെയും തന്നെ നിർബന്ധിക്കരുത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും പ്രാധാന്യം നിറഞ്ഞൊരു ബിസിനസ് ആണെന്നുള്ള രീതിയിൽ തന്നെ ദൈവികമായിട്ടുള്ള ഈ ബിസിനസ്സിനെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു ഫുൾ ടൈം മീൻസ് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ആൾക്കാരെ മീറ്റിംഗിലാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും ക്ഷണിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയങ്ങളെടുത്ത് പറയാനുള്ളത്. ഞാൻ എന്താണ് ചെയ്തത്, അദ്ദേഹത്തെ നിങ്ങൾ നാളെ വന്നില്ല എങ്കിൽ ഓക്കെ, ഇറ്റ്സ് കുഴപ്പമില്ല, ഏതായാലും ഞാൻ അടുത്ത തവണ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എനിക്കൊരു ഇമ്പോർട്ടൻസ് തരുമല്ലോ എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് അദ്ദേഹത്തെ മനസ്സിൽ നമുക്കൊരു ആ ഒരു കീപ്പ് ചെയ്യുന്നു. അവസാനം ഞാൻ ഫോൺ അവസാനിപ്പിക്കുന്നത് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഞാനൊന്ന് വിളിക്കാം, അല്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ഇവൻ എന്തിനാ വിളിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നതിന് ഓക്കെ ഇദ്ദേഹം പറഞ്ഞിരുന്നു വിളിക്കാം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് ആദ്യം തന്നെ പോവുക. അപ്പൊ ഈ രീതിയിൽ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുക. നമ്മുടെ കാര്യങ്ങൾ ക്രിസ്പായിട്ട് നമ്മൾ പറയുക, പ്രസന്റ് ആയിട്ട് പറയുക, വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയുക, പ്രോപ്പർ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള 30 സെക്കൻഡ് നമ്മുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുക. ഇത്തരം വളരെ ബേസിക് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാഞ്ഞ് ചെരിഞ്ഞ് മൂഡിനനുസരിച്ച് സംസാരിക്കാതെ ക്ലിയർ കട്ട് ആയിട്ടുള്ള മൂഡിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ആൾക്കാരെ കൺവിൻസ് ചെയ്യിക്കുക. അപ്പൊ ഇങ്ങനെ വളരെ മിനിമൽ സ്റ്റെപ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ടെലിഫോണിനെ നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു ടൂളാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. സോ എല്ലാവർക്കും വളരെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. കൂടാതെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മനോജ് സാറും നമ്മുടെ അപ്ലൈഡ് ലീഡേഴ്സ് എല്ലാം നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ പുതിയ പ്ലാൻസ് എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാവരും വളരെ ഉഷാറായിട്ട് ബിസിനസ് ചെയ്യുക. 2026 എന്ന് പറയുന്നത് ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു വർഷമാണ്. എല്ലാവരും സക്സസേഴ്സും എല്ലാവരും സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സ്വപ്നത്തെ യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ള ഒരു വലിയ വർഷമാണ് 2026. സോ എല്ലാവരും ഒറ്റ മനസ്സായി മുന്നോട്ട് നീങ്ങുക. ഈ ഒരു യാത്രയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് എല്ലാ സമയവും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വളരെ ആക്റ്റീവായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ 2026 ബിസിനസ് നമ്മൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ അപ്ലൈഡ് ലീഡേഴ്സും ആൾക്കാരെ കണ്ടു, സംസാരിച്ചു. കുറച്ച് 4-5 ബിസിനസ്സുകൾ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനിയും വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ക്ലാസ്. കാരണം എല്ലാവർക്കും ഈ ടെലിഫോണിക് സംഭാഷണത്തിലൂടെയാണ് എപ്പോഴും ഫോൾട്ട് പറ്റാറ് അല്ലെ. അപ്പൊ ഇത്രയും നല്ല വിശദമായിട്ട് എങ്ങനെ ഓരോരുത്തരെ നമ്മളെ അഭിസംബോധന ചെയ്യണം, എന്തൊക്കെ അവരുടെ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെയുള്ള നല്ല അടിപൊളി. ഇപ്പൊ സാർ പറഞ്ഞില്ലേ ലാസ്റ്റ് നമ്മൾ കോൺവെർസേഷൻ, ഇപ്പൊ ടെലിഫോണിക് കോൺവെർസേഷൻ ശരിക്കും നമുക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തന്നു. അപ്പൊ ഞാനതിങ്ങനെ സാർ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴും ഞാൻ ആലോചിക്കായിരുന്നു, ഇങ്ങനെ ഒരു ഡെമോ ക്ലാസ് പോലെ ഒരു മോർണിംഗ് സെഷനിൽ ഇങ്ങനെ തന്നെ ഓരോരുത്തർ എങ്ങനെയാണ് ഫോണിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ക്ലാസ്സും കൂടെ വേണമായിരുന്നു. അത് സാറിന്റെ കെയർ ഓഫ് തന്നെ ആയത് നല്ലത്. സാർ തന്നെ അങ്ങനെ ഒരു ഇത് ഇനീഷ്യേറ്റ് എടുത്ത് ഒന്നും കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അതായത് ഓരോരുത്തരും എങ്ങനെയാണ് ഈ പ്രോസ്പെക്ട്സിനെ സമീപിക്കുന്നത് ഫോണിലൂടെ എന്നുള്ളത് നമുക്ക് അവരുടെ വാക്കിൽ കൂടെ അവരെങ്ങനെയാ വിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ്, നല്ല രസമായിട്ട് സാർ സംസാരിച്ചു. ഞാൻ അതിന്റെ ഇടക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാനിങ്ങനെ എന്റെ നെറ്റ്വർക്ക് കട്ടായിട്ട് സാർ ഇങ്ങനെ സംസാരിച്ചു, അയ്യോ സാർ ക്ലാസ് കഴിഞ്ഞു, ഇനി എന്റെ അടുത്ത് എന്തെങ്കിലും ഞാൻ പറയേണ്ട ഭാഗമാണോ? അപ്പോഴെനിക്ക് ഞാൻ സ്ട്രൈക്ക് ചെയ്ത സാർ ഇതാണ് പറയുന്നത്. അപ്പൊ ഏതായാലും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് സാർ ക്ലാസ് എടുത്തതിന്റെ എല്ലാവരും ഇനി ഇതുപോലെ തന്നെ സാർ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ നമ്മുടെ സുമേഷ് സാർ എന്ന് പറയുന്നത് ഈ MLM-നെ പറ്റിയിട്ട് എന്താ പറയുക, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല സാറില്ലേ ബിസിനസ്സിലോട്ട് വന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരു ഡോക്ടർ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ നിൽക്കും. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് ഡോക്ടറോട് എന്ത് സംസാരിക്കാനും എനിക്കൊരു പ്രോഡക്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ സാറാണ് എനിക്ക് എത്തിച്ചത്.
എനിക്ക് ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഞാൻ എങ്ങനെ പോയിട്ട് ഇത് എടുക്കും? അപ്പൊ സാറിന് ആൾക്കാർ ഡോക്ടേഴ്സൊക്കെയുള്ള ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് കാത്തുന്നു. അപ്പോഴും സാർ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഒന്നും പേടി, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് വരൂ. എന്നിട്ട് സാർ ആ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് എനിക്ക് കവർ എടുത്ത് തന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഇത്രയും ഇതായിട്ട് ഡോക്ടർ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടർമാർ ചെയ്യൂലല്ലോ. അപ്പൊ ഈ ഡോക്ടർ എന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള ഏറ്റവും മനുഷ്യത്വമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് പേഷ്യൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്ട് അല്ലെ. ഇപ്പൊ ഓരോരുത്തരും വിഷമങ്ങൾ അറിയുന്നു, കാലിന്റെ പ്രശ്നങ്ങൾ, ഷുഗർ, അത് എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞുകൊണ്ട് മനസ്സിന്റെ ആ ഒരു വേദനയും ഒക്കെ ആളുകളിൽ നിന്ന് കണ്ടറിഞ്ഞുകൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിൽ എത്തിയപ്പോ അത് ദൈവതുല്യമായി, ഡോക്ടർ ഇപ്പൊ പറഞ്ഞല്ലേ, ദൈവതുല്യമായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി തന്നെ ഡോക്ടർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് അത്രയും നല്ലൊരു ഡോക്ടർ ഈ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടിയതിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും അഭിമാനിക്കാം. അപ്പൊ എത്രയും നല്ല ഇപ്പം ബിസിനസിനെ പറ്റിയിട്ടായാലും പിന്നെ ഡോക്ടറുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അല്ലെ വിശദമായി തന്നെ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഡോക്ടർ. അതേപോലെ യോഗികളിലൊക്കെ നല്ല രസമായിട്ട് ക്ലാസ് എടുക്കാനും പിന്നെ നല്ല എന്താ പറയണ്ട എല്ലാരും ഒന്ന് എനർജറ്റിക് ആക്കി വെക്കാനും ഒക്കെ നമുക്ക് പിന്നെ സാറിന്റെ ക്ലാസ്സിലൂടെ പറ്റുന്നുണ്ട്. ഒരു BOP സാറിന്റെ ക്ലാസ്സിൽ ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു ഇൻസ്പയർ ആയിട്ടുണ്ട് എല്ലാവരും സാറിന്റെ ക്ലാസ് കേൾക്കാൻ. അപ്പൊ ഇത്രയും വിലപ്പെട്ട സമയം അതും ഞാൻ ഇന്നലെ ഡോക്ടറെ വിളിച്ചപ്പോ 9:30 മണി, അപ്പോഴും ഡോക്ടർ വീട്ടിലെത്തിയില്ല. ഇനി 1.5 മണിക്കൂർ വീട്ടിലെത്താനുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അത്രയും ബിസി ആയിട്ടുള്ള ഒരു ഡോക്ടർ അല്ലെ നമുക്ക് വേണ്ടിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതിന് എങ്ങനെ നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പൊ ഒരിക്കൽ കൂടി ഡോക്ടർ സുമേഷ് സാറിന് താങ്ക്സ് പറയുന്നു. എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു താങ്ക്സ് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും അല്ലെ നല്ലൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഞാൻ കൂടുതൽ റിവ്യൂ ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ റിവ്യൂ കൂടുതലായിട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിന്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. അപ്പൊ മനോജ് സാറിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത്രയും നമുക്ക് ഇത്രയും ദൈവതുല്യമായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചു തന്നത് തന്നെ ആ ഒരു മഹത് വ്യക്തിയാണ് അല്ലെ. അപ്പൊ ഇത്രയും ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒരുവിധ ആളുകളിലൊക്കെ അസുഖങ്ങൾ മാറ്റിവെക്കാനും പിന്നെ മറ്റുള്ള എന്താ പറയുക മെന്റലി ആയിട്ടായാലും എന്ത് തന്നെ ആയാലും പിന്നെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് കയ്യിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ മനോജ് സാറിന് ഞാന് സ്നേഹപൂർവ്വം ഞാൻ വെൽക്കം ചെയ്യാണ്. മോസ്റ്റ് വെൽക്കം മനോജ് സാർ. താങ്ക് യു സോ മച്ച് രാജശ്രീ മേഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. സുമേഷ് സാറിന് ബിഗ് കൺഗ്രാജുലേഷൻ, അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും സാറുമായിട്ട് നേരിട്ട് നന്ദി അറിയിക്കാനുള്ള അവസരമില്ലാത്തത് കൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും ഈ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നന്ദിയും കടപ്പാടും സ്നേഹവും ആദരവും ബഹുമാനവും ഞാൻ എല്ലാവർക്കും വേണ്ടി താങ്കൾക്ക് അർപ്പിക്കുകയാണ്. കാരണം ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 24 മണിക്കൂറും അവര് വർക്കിലായിരിക്കുന്നതാണ്. അവർക്ക് ഉറക്കത്തിൽ പോലും അവര് എപ്പോഴും ശ്രദ്ധ പേഷ്യൻസിലേക്കായിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ നിഷ്കാമ കർമ്മം ചെയ്യുന്ന സുമേഷ് സാർ, പല ഡോക്ടേഴ്സും പല രീതിയിലുണ്ട്. നമ്മൾ സുമേഷ് സാറിനെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഒരു നിഷ്കാമ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതോടൊപ്പം രോഗികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികൾ വരുമ്പോഴാണ് വരുമാനം. പക്ഷെ സുമേഷ് സാർ ചിന്തിക്കുന്നത് ഒരു രോഗികൾ എങ്ങനെ എന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോഴാണ് വെൽനസിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയതും വെൽനസ് ഫീൽഡിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായതും അതിന്റെ സാധ്യതകൾ പഠിച്ചതും. നമുക്കറിയാം ലോകത്ത് ഉള്ള ജനസംഖ്യയിൽ മോർ ദാൻ 70% ആളുകളും ആരോഗ്യവാന്മാരാണ് അല്ലെ. ഒരു 20 മുതൽ 30% വരെ മാത്രമേ രോഗികളുള്ളൂ. അപ്പൊ ഈ 70% ആളുകൾക്കും ആരോഗ്യം നൽകി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇതുപോലുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും പരമാവധി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു പുത്തൻ ആശയത്തെ അദ്ദേഹം ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് സുമേഷ് സാറിന്റെ ഏറ്റവും വലിയ വ്യക്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നമ്മുടെ ബിഗ് കൺഗ്രാജുലേഷൻ നേരുകയാണ്. ഇത്ര തിരക്കിനിടയിലും അദ്ദേഹം നമുക്ക് സമയം കണ്ടെത്തിയിട്ട് ഒരു ജാടയും ഇല്ലാതെ ഒരു അഹങ്കാരവും ഇല്ലാതെ ഞാൻ പ്രോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെ നയിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം.
എത്ര പറഞ്ഞാലും അത് നമുക്ക് മതിയാവില്ല. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് സാർ ഇവിടെ അവതരിപ്പിച്ച സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടെലിഫോണിങ് അല്ലെ, ടെലിഫോണിലൂടെ നമുക്ക് എങ്ങനെയാണ് ആളുകളായിട്ട് സംസാരിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ്, ടൂളാണ് ടെലിഫോൺ എന്ന് പറയുന്നത്. എല്ലാവരും സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടെലിഫോണാണ് ഏറ്റവും പ്രധാനം. കുട്ടികൾക്ക് ഗെയിം കളിക്കൽ മാത്രമല്ല, ഇന്ന് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അവർ മറ്റാരോട് ചോദിച്ച് നേടിയുന്നതിന് പകരം ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവുകൾ നേടാൻ പോലും ചെറിയ കുട്ടികൾക്ക് വരെ സാധിക്കുന്നതാണ്. അങ്ങനെ സകല സമസ്ത മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒഴിച്ചോ അല്ലെ മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു ടൂളായിട്ട് ഇന്ന് മൊബൈൽ മാറിയിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ ആ മൊബൈലിലൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് എല്ലാം ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് പോലെ മൊബൈലിൽ നമുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു എന്താ പറയാ, ഒരു സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത് പോലുള്ള സംവിധാനങ്ങൾ എല്ലാം നമുക്ക് മൊബൈലിലുണ്ട്. അക്കൗണ്ട്സ്, നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ബാങ്ക് നിക്ഷേപങ്ങളെല്ലാം തന്നെ അല്ലെ ഈ നമ്മുടെ മൊബൈലുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അല്ലെ. എന്തൊക്കെ കാശടിച്ചു കൊണ്ടുകൊണ്ട് ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ഒന്നും ക്ലിക്ക് ചെയ്യരുത്. ആവശ്യമില്ലാത്ത വീഡിയോസ്, ഫോട്ടോസ് ഒന്നും തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനെ കുറിച്ചൊക്കെ ഒത്തിരി അവയർനെസ് പല പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ട്. ഒന്നും ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഫോണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളറിയാതെ നമ്മളെ ഇത്രയും കാലം സമ്പാദിച്ച പണം മുഴുവൻ പോകുന്ന സാഹചര്യമാണ് അല്ലെ. അവിടെ എല്ലാം നമ്മുടെ സമ്പാദ്യം മുതൽ, നമ്മൾ അറിവ് മുതൽ എല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്നത് മൊബൈലിലാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഡയറക്ട് സെല്ലിംഗിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടൂളാണ്. കാരണം ഈ മൊബൈലാണ് നമ്മളെ ആളുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. ഇല്ലേ, തളിപ്പറമ്പിലുള്ള നമ്മുടെ ജേക്കബ് സാർ ആയാലും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള നമ്മുടെ വിപിൻ ആയാലും, കൊട്ടാരക്കരയിലുള്ള വിഷ്ണു ആയാലും, ഇല്ലേ, അങ്ങനെ കേരളത്തിന് പുറത്തുള്ള പല ലീഡേഴ്സ് ആയിട്ടും എല്ലാം നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കുന്നത് ഫോണിലൂടെയാണ്. അപ്പൊ ഈ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് എങ്ങനെ ബിസിനസ് എടുക്കാൻ പറ്റും? 40 രൂപ കിട്ടിയിരുന്നത്, എന്നിട്ട് നമ്മൾ ബിസിനസ് ചെയ്തു, എന്നിട്ടും 10 മാസം കൊണ്ട് 1 കോടി അടിച്ചു, എന്നിട്ടും 300 കോടീശ്വരന്മാരെ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു. ഇല്ലേ, അവിടെ ട്രെൻഡ് ഉണ്ടാക്കിയത് ഫാമിലി ബോണസ് ആണ്. ഫാമിലി ബോണസ് എന്ന് പറയുന്ന ട്രെൻഡ്, ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഫാമിലി ബോണസ് ആണ്. അപ്പൊ ആ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ബയോട്ടോറിയം ജമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയറക്ട് സെല്ലിംഗിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്നാൽ ഇപ്പോ അത് വളരെ സിംപ്ലിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഒരു 50 PV ഇല്ലേ, ഒരു 50 PV നമ്മളുടെ ചെയ്യുമ്പോൾ ഇപ്പൊ 13,500 ചെറിയൊരു പാക്കേജ് ഉണ്ട്, 9,800 നമ്മുടെ സൂപ്പർ ഡീലക്സ് പ്രൊഡക്റ്റും, 3 അൾട്രാബറി ജ്യൂസും. 3 അൾട്രാബറി ജ്യൂസ് എന്ന് പറയുമ്പോൾ 12,000 രൂപയായി. 12,000 അതും പ്ലസ് 9,800 ഇല്ലേ, 12 9 ഇല്ലേ, 21 22,000 സംതിങ് രൂപയുടെ കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ 13,500 കിട്ടുന്നത്. 13,500. ഇപ്പൊ 13,500 ഒരു ബിസിനസ് എല്ലാവർക്കും എടുക്കട്ടെ, എനിക്ക് വേണമെങ്കിൽ എടുക്കാം, ആർക്ക് വേണമെങ്കിലും എടുക്കാം, എല്ലാവർക്കും ആ ബിസിനസ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ പോയി ഒരു 13,500 ഡയറക്റ്റ് നമ്മളൊരു ബിസിനസ് എടുത്താൽ ഇപ്പൊ നിങ്ങൾക്ക് കൊടുക്കാം. അത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേ ഔട്ടിൽ എന്റെ അക്കൗണ്ടിലേക്കും 2,020 രൂപ വരുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു 50 PV ചെയ്യുമ്പോൾ 2,020 രൂപ. ഇനി കാശില്ലാതെ ദാരിദ്ര്യം ആരും പറയണ്ട, രാവിലെ ഇറങ്ങുക ഒരു 50 PVയുടെ കച്ചവടം ചെയ്ത് പരിക്കേറിയാൽ മതി കേട്ടാ. അപ്പോ 2,020 രൂപ കിട്ടി. ഇനി 100 PV ആണ് ചെയ്യുന്നെങ്കിൽ, അവിടെ ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഒരു ഫാമിലി പാക്കേജ് കൊടുക്കുക. അത് 25,000 സംതിങ് രൂപയേ ഉള്ളൂ. 25,000 രൂപ മുടക്കുമ്പോൾ ഏകദേശം 50,000 രൂപയുടെ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? 25,000 രൂപ മുടക്കുമ്പോൾ നമുക്ക് അവിടെ ഡയറക്ട് റെഫറിൽ 4,040 രൂപ കിട്ടുന്നു. ഒരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 4,040 രൂപ കിട്ടുന്നു. ഒരു മാച്ചിങ് അവിടെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്ര പേരെ വേണമെങ്കിലും ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ അല്ലെ? എത്ര പേരെയും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം റൈറ്റ് എന്നുള്ള നിലയിൽ അത് സ്പില്ലായിട്ട് താഴോട്ട് പോകും. അങ്ങനെ നിങ്ങൾക്കൊരു 100 പേരുടെ ടീം ഒരു 1 സൈഡ് കിടപ്പുണ്ട്, ഇങ്ങനെ പോയിട്ട്, അല്ലെങ്കിൽ 50 പേര് ഒരേ സൈഡ് കിടക്കും. അവരെ ഏറ്റവും ബോട്ടമിലാണ് ഇത് ചെന്ന് ചേരുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നിൽക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നിങ്ങൾ വെച്ച 50 PV അവർക്കും എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും. അവർ മറ്റേ സൈഡിലേക്ക് അപ്പോൾ ഒരു 50 PV അവർ ഡയറക്ട് റെഫറൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ 2,020 കിട്ടും. പ്ലസ് അത് ഒരേ കട്ട് ഓഫിലാണ് വെക്കുന്നതെങ്കിൽ അവർക്ക് 3,410 രൂപ ഫാമിലിയും കിട്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും കിട്ടും എത്ര, 5,400 സംതിങ് രൂപ. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇന്ന് 2 കൊണ്ടുവന്നു. നമ്മൾ ഇന്ന് രാവിലെ ഒരു കച്ചവടം ചെയ്തു, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു കച്ചവടം ചെയ്തു, എല്ലാം കൂടി നാളെ നമ്മൾ സെറ്റ് ചെയ്തു. നാളെ നമ്മൾ തന്നെ 2 ബിസിനസ് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ
ജീനിയസിൽ ഒരു 50, ബിന്നർ സൈഡിൽ ഒരു 50 വരുമ്പോ 50-ന് 2020 രൂപ കിട്ടും, മറ്റേ 50-ന് 2020 കിട്ടും, 4040 രൂപ കിട്ടും. പ്ലസ് ഒരേ കട്ട് ഓഫിലാണ് നമ്മളത് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് ഫാമിലി ബോണസ് 3410 രൂപ കിട്ടും. അങ്ങനെ 7410 രൂപ കിട്ടും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത്രയും അടിപൊളി ഇൻകം കൊടുക്കുന്ന വേൾഡിൽ ഒരു കമ്പനിയും ഇല്ല. ഇവിടെ 10,000-ന്റെ ഒരു ബിസിനസ് ചെയ്ത് ആകെ കിട്ടുന്നത് 1000 രൂപയാണ് പല കമ്പനികളിലും. മനസ്സിലായില്ലേ? അവിടെയാണ് നമുക്ക് 7000 സംതിങ് രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. 1000 കൊടുക്കുന്ന സ്ഥാനത്ത് 7000 സംതിങ് രൂപ, 7400 രൂപ നേടാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബയോട്ടോറിയം എന്ന് തിരിച്ചറിയാൻ ഞാൻ നിർത്തുകയാണ്. സമയത്തിന് വൈകിയതുകൊണ്ട് അത് വേറെ ദിവസം നമുക്ക് സംസാരിക്കുന്നതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വർഷം വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു സംശയമാണ്. എല്ലാവരുടെയും കോൺഫിഡൻസ് ഇങ്ങനെ എന്താ പറയാ, എവറസ്റ്റ് കൊടുമുടിയെ പോലെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുകയാണ് അല്ലെ. ഇത്രയും നാൾ പലർക്ക് നിരാശയൊക്കെ ഉണ്ട്, ഇത് നടക്കൂല സാറേ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുകയാണ് വിജയാഘോഷം എന്ന് പറയുന്നത്. ഒരു സംശയം വേണ്ട. നിങ്ങൾ കൂടുതൽ ആളിലേക്ക് ഇറങ്ങാൻ ഓരോരുത്തരും ശാപഥം ചെയ്യണം. ഞാനൊരു 100 ഡയറക്റ്റ് എടുക്കും. നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ വാർഡുകളിൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ, അറിയാത്ത ആളുകളെയും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ് ഇല്ലേ ഒന്ന് പറഞ്ഞു കൊടുത്താൽ, ഒന്ന് ഡെമോ കാണിച്ചു കൊടുത്താൽ. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയി. അവിടെ വന്നിട്ട് ഒരാൾക്ക് ഓരോ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ഒരു ലീഡർ. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ഡെമോ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇല്ല, ഒന്ന് ഇരുന്നുകൊണ്ടൊരു ഡെമോ കാണിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും നമ്മളെ വിരൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കളയാ, പിന്നെ നമ്മളെ റിസ്റ്റ് ബാൻഡ് കിട്ടി അത് അനക്കാൻ പറ്റില്ല. ആന വന്ന് വലിച്ചാലും ആ വിരൽ അനക്കാൻ പറ്റില്ല അല്ലെ. അറിയാലോ സിമ്പിൾ ഡെമോ ഇല്ലേ. ജസ്റ്റ് ഇങ്ങനെ കൈ പിടിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചാൽ അതിങ്ങനെ തുറക്കും. അതിനുശേഷം എന്ത് ചെയ്യാ, നമ്മളിങ്ങനെ അമർത്തി പിടിക്കാൻ പറയാ, എന്നിട്ട് റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം മതി, നമ്മളെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ, അതിങ്ങനെ വലിച്ചു നോക്കുക. അത് വിടർത്താൻ പറ്റില്ല നമുക്ക്. ഇത് നമ്മൾ ബസ്സിൽ ഇരുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് ഒരു ഡെമോ കാണിച്ചു തരാം ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ മതി. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവര് കാശെടുത്ത് ഇങ്ങോട്ട് തരും. മനസ്സിലായ? ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവർക്ക് മാത്രമേ കാശ് ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കളിക്കാൻ ഇറങ്ങിയവരാണ്, കളി കാണാൻ വന്നവരല്ല. കളിക്കാൻ ഇറങ്ങിയവൾ കളിക്കളത്തിൽ ഗോളടിക്കണം, സെറ്റ് ചെയ്യുക, ഗോളുകൾ സെറ്റ് ചെയ്ത് അടിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പൂർണ്ണമായ പുതിയൊരു ആത്മവിശ്വാസത്തോടു കൂടി 2020 എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു അടിപൊളി ബൂസ്റ്റർ പ്ലാൻ നമ്മുടെ സാഗർ ജോഷി സാർ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. ബിഗ് കൺഗ്രാജുലേഷൻസ് സാഗർ സാർ. ഇന്ന് നമ്മുടെ പെരുമ്പാവൂർ BOP നടക്കുകയാണ്. ഈ എറണാകുളം ജില്ലയിലെയും പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ആ പ്രോഗ്രാം സെന്ററിലേക്ക് കൃത്യമായിട്ട് പുതിയ ഗസ്റ്റുകളുമായിട്ട് അവിടെ എത്തിച്ചേരണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രോഗ്രാം സെന്ററുകളാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. പുതിയ ഗസ്റ്റുകളെ അവിടെ എത്തിക്കുക. ഇനി ഒരു സംശയവും വേണ്ട, ഇനി ബയോട്ടോറിയത്തിന്റെ വസന്തകാലമാണ് കേരളത്തിൽ. ബയോട്ടോറിയത്തിന്റെ വസന്തകാലമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ മുഴുവനും പൂത്തുലിയാൻ വേണ്ടി പോകുന്ന എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് മുഴുവൻ ആളുകളും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ജയ് ജയ്.